ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഇന്ന് 2 PM ട്രേഡാണ്, 2 മണീൻ്റെ. നമ്മൾ നമ്മുടെ സെക്ഷൻസ് എന്ന് പറയുന്നത് VIP സെക്ഷൻസ് എന്ന് പറയുന്നത് 11 o'clock മോർണിംഗ്, പിന്നെ 2 PM, പിന്നെ രാത്രി 9 PM. ഈ 3 ടൈമിലാണ് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് അപ്പോഴാണ് ബൈനറി ട്രേഡിങ്. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് VIP ഗ്രൂപ്പിലേക്ക് ഞാൻ ഇട്ട് തരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുക, വാണിംഗ് ഒക്കെ കാണുക മാത്രമല്ല, വായിച്ചു നോക്കണേ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് USD NGN-ലാണ്. ഓക്കെ, USD NGN-ലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. രാവിലത്തെ ട്രേഡാണ്. രാവിലെ നമ്മൾ PKR പാകിസ്ഥാൻ റുപ്പിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് NGN. ഇങ്ങനെയൊന്നും ആരും വീഡിയോ എടുത്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ കാണിച്ചു തരും എന്നുള്ളത്. ഓക്കെ, പക്ഷേ നമുക്കിതിൽ വലിയ മറയും ഇതൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നോക്കാം. മാർക്കറ്റ് കുറച്ച് ശോകമാണ്. പിന്നെ ഈ റെസിസ്റ്റൻസ്, അവിടെ സപ്പോർട്ട് കിടക്കുന്നുണ്ട്. അവിടേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കൈ അപ്പിലേക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് കുറച്ച് മോശമാണ്. നോക്കാം, ഒരു അപ്പിലേക്ക് എടുത്ത് നോക്കാം. കുറച്ച് വന്നിട്ടുണ്ട്. ഓ സോറി, ഞാൻ കുറച്ച് നേരത്തെ എടുത്തു പോയി. സാരമില്ല. റെസിസ്റ്റൻസിലേക്ക് വരണമായിരുന്നു ഇവിടെ, സപ്പോർട്ടിലേക്ക് വരണമായിരുന്നു. ഇവിടം വരെ വരാനുണ്ടായിരുന്നത്, ഈ ഒരു ഏരിയയിലേക്ക് വരാനുണ്ടായിരുന്നു. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വൽ പ്രൈസ് ആക്ഷൻ അപ്പോൾ ഈ ഭാഗത്തേക്ക് വരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്ത് വരണത്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഇതിലൊരു ഇറക്കാനിൽ വന്നത് വിന്നാവുകയാണെങ്കിലും സാധനം താഴോട്ട് തന്നെ വരണം. ഓക്കെ, നോക്കാം. ഞാനൊരു കംഫോർട്ടായിട്ടുള്ളൊരു എൻട്രി അല്ല ഇത്. ജസ്റ്റ് ഒരു ഇറക്കാനിൽ പോലത്തെ ഒരു എൻട്രിയാണിത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി നീഡ് പ്രോഫിറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ തന്നെ നമുക്ക് കിട്ടി ബോധിച്ചു. സെൻഡ് ചെയ്തു, ബിന്നാണ്. ബിഗ് പ്രോഫിറ്റിന് കൊടുക്കാം, ഇരിക്കട്ടെ. ഓക്കെ, മാർക്കറ്റ് അപ്പോൾ സപ്പോർട്ടിലേക്ക് വരുന്നില്ല. റെസിസ്റ്റൻസിൽ ഈ ഏറ്റവും മേലത്തെ റെസിസ്റ്റൻസിലേക്കാണ് തോന്നുന്നു പോണേ. ഓക്കെ, നോക്കാം. എവിടം വരെ പോകും നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത കഴിയുന്നത് നമ്മൾ MTG ഇല്ലാതെ എന്താ പറയുക ട്രേഡ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത്രയും മേലോട്ട് കയറിയല്ലോ. അപ്പോൾ ഒരു ഡൗണിലേക്ക് ഒരു എൻട്രി നൗ ഓട്ടെ. കണ്ടോ, ഞാൻ അവർക്ക് നൗ എന്ന് പറഞ്ഞ് കൊടുത്തു. അവർ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനും എൻട്രി എടുത്തത്. ഇത് മേലോട്ട് ഓക്കെ കുഴപ്പമില്ല. ഇത്രയും ഈ റെസിസ്റ്റൻസിൻ്റെ മേലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് വരേണ്ടതാണ്. നോ പ്രോബ്ലം. MTG ഡൗൺ തന്നെയായിരിക്കും. ശരിക്കും ഇത് വരേണ്ടതാണ്, റെഡ് ക്യാൻഡിൽ വരേണ്ടതാണ് ഇവിടെ. പിന്നെ മാർക്കറ്റല്ലേ, അതിന് തോന്നിയ പോലെ അല്ലേ അത് കളിക്കുള്ളൂ. 3, 2, 1 MTG എടുത്തിട്ടുണ്ട്. നോക്കാം.
നോക്കാം. റെസിസ്റ്റൻസിലേക്ക് എത്തിയിട്ടില്ല അവിടെ, എന്താണ് പ്രശ്നം. റെസിസ്റ്റൻസിലേക്ക് എത്തിയിട്ടില്ല, ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ചാൻസ് നമുക്കുണ്ട്. ഓക്കെ, കാരണം ഈ റെസിസ്റ്റൻസ് ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ടോ, അതിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇതുണ്ട്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, നോക്കാം. കാരണം നല്ലൊരു എന്താ പറയുക, നല്ല നല്ല വലിയ വലിയ എന്താ പറയുക ഗ്രീൻ ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സെക്കൻഡിലൊക്കെ ചെറിയ റിവേഴ്സിൽ വരുന്ന ഒരു ചെറിയ കാണുന്നുണ്ട്. ഓ ലക്കിന് കിട്ടിയെന്ന് പറയാം. ഇല്ല അത്യാവശ്യം വലിപ്പമുണ്ട് ക്യാൻഡലിന്. ഓക്കെ, നോട്ടെ. വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുണ്ട്. 59 സെക്കൻഡ് കണ്ടോ, 1 സെക്കൻഡ് വ്യത്യാസമുള്ളൂ. 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി മേലെ ആയിരിക്കും, എന്നാലും കിട്ടും, 100% കിട്ടും. ഓക്കെ, അത് കിട്ടിയിട്ട് കിട്ടാതെ ആരും. ഓക്കെ, MTG ആയിപ്പോയി. മാക്സിമം നമ്മൾ MTG ഇല്ലാതെ നോക്കുക, MTG എടുക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് അവൻ സമ്മതിക്കില്ല. അവനെന്ത് പറയും, നമുക്ക് പണി തരും. ഞാൻ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പിലേക്ക് പോകാനാണ് ചാൻസ് കേട്ടോ, കാരണം ഇവിടെ ഇതായിട്ടില്ല, എന്താ പറയുക, റെസിസ്റ്റൻസിന് തൊട്ടിട്ടില്ല. അപ്പിലേക്ക് പോകാനാണ് ചാൻസ്. താഴോട്ട് വരുന്ന കണ്ട, ആസ് പെർ ദ സ്ട്രാറ്റജി അത് അപ്പിലേക്ക് പോകണം. അതാണ് ഇതിൻ്റെ കണക്ക്. കണ്ടോ, സമ്മതിക്കുന്നില്ല. നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഈ സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല ട്രേഡ് എടുത്ത് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ വരുന്നല്ലേ ഞാൻ പറഞ്ഞത്. ലൈവ് 2:10:55 സെക്കൻഡ് ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ടൊന്നും ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിൽ വരും എന്നുള്ളത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് വരും, 100% വരും. അതാണ്. പിന്നെ എപ്പോഴെങ്കിലും വരാതിരുന്നാൽ അത് മാനിപ്പുലേഷനാണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് തടി വരാം. അത്രയേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസിലെത്തി. ഓക്കെ, പക്ഷെ റെസിസ്റ്റൻസിലെത്തിയാലും ഒരു പൊട്ടിക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. എങ്ങനെയാണെന്നുള്ളത്. കാരണം ഒരു പവർ അവിടെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. രണ്ട് സിഗ്നൽ വിന്നായില്ലേ, 2 സിഗ്നൽ വിന്നായി. ഡൗണിലേക്ക് കൊടുത്തേക്കാം. നൗ ഞാനിവിടെയാണ് കൊടുത്തത്. എന്തുകൊണ്ടാണെന്ന് അറിയാം അങ്ങനെ വരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല ക്യാൻഡിൽ. ഇപ്പോൾ ഈ ക്യാൻഡിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 2 ക്യാൻഡിലിനനുസരിച്ച് ഇനിയൊരു ക്യാൻഡിൽ അതും കൂടെ അപ്പിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു റിജക്ഷൻ തന്നിട്ട് ഓപ്പണിംഗ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? താഴെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഈ ക്യാൻഡിൽ പിന്നെ റെഡാണ് വരേണ്ടത്. അപ്പോൾ ഈ ക്യാൻഡിൽ എനിക്ക് ട്രേഡ് തരാൻ പറ്റുന്ന ഈ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ക്യാൻഡിൽ എവിടെ ട്രേഡ് എടുത്താലും പിന്നാവും. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ടൈപ്പ് ചെയ്തു, ഞാൻ നവെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി, നമ്മുടെ മെമ്പർ എവിടെയെങ്കിലും ട്രേഡ് എടുത്താൽ മതി.
മനസ്സിലാവുന്നില്ല, ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് ഫോം ആവുന്നത്. അതെന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസിൻ്റെ അവിടെ പോയിട്ട് അവിടെ ഒരു എന്ത് വന്നു, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവില്ലാതായിപ്പോയി നെക്സ്റ്റ് ക്യാൻഡിൽ വരുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ക്യാൻഡിൽ, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രീവിയസ് ക്യാൻഡിൽ. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രീവിയസ് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷനെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലിനെ ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് സിഗ്നൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഫോർമേഷൻ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നമുക്ക് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ള 2 സിഗ്നലും നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്നതിന് മുമ്പ് തന്നു. ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള പല കളികളും ഇതിലുണ്ട്. പല ഇത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പല ഇതും നമ്മൾ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ടത് എന്താണ്? എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്, വേറെ ഒന്നുമല്ല. നമ്മുടെ ക്യാപിറ്റലിനെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കുക, ഇത് മാത്രം. ലോസ് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ അത്രയും മാക്സിമമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ ട്രേഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ മാർക്കറ്റ് എന്താ പറയുക, സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലക്ച്വേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ 1 മിനിറ്റിൽ നമ്മൾ ട്രേഡ് നോക്കി നമ്മൾ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ മയോ ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ക്ലിക്ക് ചെയ്യുക, കോർട്ടെക്സിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID എനിക്ക് അയച്ചു തരിക, ഞാൻ വെരിഫൈ ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. താല്പര്യമുള്ളവർക്ക് മാത്രം മതി. ആർക്കും നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല, ആർക്കും താല്പര്യമുള്ള. അതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, $1 കൊണ്ട് $1,000 ഉണ്ടാക്കിയോ, $1 കൊണ്ട് $10,000 ഉണ്ടാക്കി കാണിക്കലോ ഒന്നും ഒരു പരിപാടി, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ പരിപാടികൾ എന്താണെന്ന് നിങ്ങൾക്ക് 2 പ്രാവശ്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതേപോലത്തെ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവും എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ താല്പര്യമുള്ളവർ മാത്രം കയറുക. ഇവിടെ കുറഞ്ഞ നമുക്ക് അന്നേക്കുള്ള പൈസകൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം, ഓക്കെ, ഒരു ചെറിയൊരു പ്രോഫിറ്റുകൾ മാത്രം നമ്മൾ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ചെറിയ പ്രോഫിറ്റുകൾ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ബിഗ് പ്രോഫിറ്റായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 9 o'clock ഓക്കെ. മാർക്കറ്റിനനുസരിച്ച് എല്ലാ സെക്ഷനും നമ്മൾ ട്രേഡ് എടുക്കണമെന്നില്ല. ഓക്കെ. മാർക്കറ്റ് നല്ലതാണെങ്കിൽ നമ്മൾ 9 o'clock സെക്ഷൻ ചെയ്യും. മാർക്കറ്റ് നല്ലതാണെങ്കിൽ 11 o'clock സെക്ഷൻ ചെയ്യും. മാർക്കറ്റ് നല്ലതാണെങ്കിൽ 2 o'clock സെക്ഷൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.